നമ്മൾ മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒരു സാധനമാണ് ഈ വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. അത് തലയിൽ തേക്കാനായാലും ശരി, ഇനി കറിക്കോ മറ്റോ താളിക്കാനായാലും ശരി, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വെളിച്ചെണ്ണ. എന്നാൽ വെളിച്ചെണ്ണ കൊണ്ട് ബിസിനസ് ലോകം പിടിച്ചടക്കിയത് ഒരു നോൺ മലയാളിയാണ്. ഹർഷ് മറിവാല എന്നു പേരുള്ള ഒരു നോർത്ത് ഇന്ത്യൻ. പുള്ളിയുടെ ബ്രാൻഡിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് റീകോൾ ചെയ്യും. പാരച്യൂട്ട്, നീല കളർ ബോട്ടിലുള്ള പാരച്യൂട്ട്, റൈറ്റ്? തലയിൽ തേക്കുന്ന അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോഴത്തേനും ആദ്യമായിട്ട് എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ബ്രാൻഡാണ് ഈ പാരച്യൂട്ട് എന്ന് പറയുന്നത്. പാരച്യൂട്ടിന്റെ കഥ എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഈ ഓരോ ബ്രാൻഡുകളുടെയും കഥ പറയുമ്പോൾ പല രീതിയിൽ നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു വരാം. പക്ഷേ ഞാനിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ഇതിനകത്ത് നിന്ന് പഠിക്കേണ്ട കുറച്ച് ബിസിനസ് സ്ട്രാറ്റജീസ് ഉണ്ട്, കുറച്ച് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്. ഈ ഏത് വർഷം എപ്പോ എങ്ങനെ, അതിനേക്കാൾ ഉപരി ആ കഥയിൽ നിന്നും എടുത്ത് നിങ്ങൾക്ക് പിൽക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നമുക്ക്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മേ ബി ആ ഒരു സ്റ്റോറിക്കകത്ത് വരുന്ന ഏതെങ്കിലും ഒരു സ്പാർക്ക് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗപ്പെട്ടു എങ്കിൽ വണ്ടർഫുൾ. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രയും. ഈ കഥ 1970s തുടങ്ങുന്നത്. ആ സമയത്തായിരുന്നു നമ്മുടെ ഈ ഹർഷ് മറിവാല എന്ന് പറയുന്ന ആള് ഈ കമ്പനിക്കകത്ത് ജോയിൻ ആവുന്നത്. അവിടെ നിന്ന് പുള്ളി നോക്കുമ്പോൾ അന്നത്തെ കാലത്ത് ഈ വെളിച്ചെണ്ണ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇത് 15 ലിറ്ററിന്റെ വലിയ ടിന്നിലാണ് വിറ്റുകൊണ്ടിരുന്നത് ഈ കമ്പനി. ഈ 15 ലിറ്ററിന്റെ ടിൻ എന്ന് പറയുമ്പോൾ ആ ടിൻ നിങ്ങൾ ഇപ്പൊ കാണുന്ന പോലത്തെ ഈ പ്ലാസ്റ്റിക് ബോട്ടിലിനെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരരുത്. നമ്മൾ തകരപ്പാട്ടാന്ന് പറയത്തില്ലേ, അതുപോലത്തെ ടിൻ എന്ന് പറയുന്ന സാധനം. ആ ടിന്നിലായിരുന്നു ഈ സാധനം പൊക്കോണ്ടിരുന്നത്. പുള്ളി നോക്കുമ്പോൾ ഈ 15 ലിറ്ററിന്റെ ടിൻ വാങ്ങിക്കൊണ്ടു പോകുന്ന ആൾക്കാര് ഇതിനെ അവിടെ നിന്ന് കൊച്ചു കൊച്ചു പാക്കറ്റുകളിലാക്കിയിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് വിറ്റു പോകുന്നുണ്ട്. അപ്പോൾ ഇത് പാക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ വീണ്ടും ഇതിന് ആരോ ഒരാൾ സാഷയാക്കി മാറ്റുന്നു എന്നൊന്നും ചിന്തിക്കേണ്ട. ആൾക്കാർ വന്ന് ഇവരുടെ അടുത്ത് നിന്ന് ചെറിയ അളവിൽ ചോദിക്കുമ്പോൾ അവർ കൊണ്ടുവരുന്ന കുപ്പി ഏതാണോ ആ കുപ്പിക്കകത്ത് ഒഴിച്ചു കൊടുക്കുന്നു. അതായത് ഹോൾസെയിലിൽ നിന്ന് റീറ്റെയിൽ പോകുന്നത് പോലത്തെ കഥ. ഹോൾസെയിലും റീറ്റെയിലും എന്താണെന്നറിയോ? ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ മൊത്ത വിപണനമാണ് അവിടെ സംഭവിക്കുന്നത്. പക്ഷെ റീറ്റെയിൽ എന്ന് പറയുമ്പോഴത്തേനും എന്താണ്, അതിൽ നിന്ന് നേരെ കസ്റ്റമറിലേക്ക് എത്തുന്ന ഒരു വഴിയാണ് റീറ്റെയിലിൽ സംഭവിക്കുന്നത്. അപ്പൊ പുള്ളി ആലോചിച്ചു, എൻ്റെ അടുത്ത് നിന്ന് 15 ലിറ്ററിന്റെ വലിയ ടിന്നും എടുത്തുകൊണ്ട് പോകുന്നു. ഈ കൊണ്ടുപോകുന്നവർ അവിടെ ചെന്നതിന് ശേഷം ഇത് ചെറുതായിട്ട് വിൽക്കുമ്പോൾ ലാഭം കൂടുതല്. അപ്പൊ ഇത് ഉണ്ടാക്കുന്നവനൊന്നും ആലോചിക്കൂലേ, എന്നാ പിന്നെ ഞാനിത് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് കൊടുത്താൽ പോരെ, അപ്പൊ പിന്നെ ലാഭം എനിക്ക് ഇങ്ങോട്ട് പോരില്ലേ? യെസ്, ആ തോട്ട് അദ്ദേഹത്തിനും ഉണ്ടായി. അവിടെ നിന്ന് പുള്ളി ആലോചിച്ചു, ഇതിനെ ചെറിയ ചെറിയ അളവുകളിൽ ആളുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം. അപ്പൊ ഈ വെളിച്ചെണ്ണ എന്ന് പറയുന്ന സാധനം, ഈ പാരച്യൂട്ട് പോപ്പുലർ ആയതിന്റെ പിന്നിലെ ഈ വെളിച്ചെണ്ണയുടെ മണം ഒരു പ്രധാന ഘടകമായിരുന്നു. ഈ പാരച്യൂട്ടിന്റെ ഒരു അരോമ. അല്ലെങ്കിൽ തന്നെ വെളിച്ചെണ്ണ നമുക്കറിയാം, നമ്മൾ നാട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മൾ തന്നെ ആട്ടിയിട്ട് വീട്ടിലെടുക്കുന്ന എണ്ണ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നല്ല മണമല്ലേ ഇതിന്. അപ്പൊ ഈ അരോമ എന്ന് പറയുന്ന ഒരു സാധനം ആളുകളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്, ആ ഒരു സാധനമാണ്. അപ്പൊ അതിനെ ബ്രാൻഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തോട്ടാണ് ഈ പുള്ളിയുടെ മനസ്സിൽ നിൽക്കുന്നത്. പക്ഷെ എങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് എത്തും? അപ്പോൾ കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഡയറക്റ്റ് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ പാക്കേജിങ്ങിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഈ ഒരു ബ്രാൻഡ് ഇറക്കുമ്പോഴേ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരു ബ്രാൻഡ് ഇറക്കുക എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ചുമ്മാ അങ്ങ് പോകുന്നത് മാത്രമല്ല, അതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെയാണ് ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ടേം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത്. അതിനകത്താണ് ഈ പാക്കേജിങ്, ആ പ്രോഡക്റ്റ് എന്ത് പറഞ്ഞാണ്, എന്ത് കഥ പറഞ്ഞാണ് നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുക, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് പ്ലേ ചെയ്യും കേട്ടോ. അപ്പോൾ ഇദ്ദേഹം ഈ പറയുന്ന ട്രേഡേഴ്സ്, അതായത് ഈ 15 ലിറ്റർ ടിന്ന് ആരാണോ ഇദ്ദേഹത്തിൽ നിന്ന് വാങ്ങി കൊണ്ടുപോയി വെക്കുന്നത്, അവർ ട്രേഡേഴ്സ് ആണ്. ഫൈൻ. ഈ ട്രേഡേഴ്സിന്റെ അടുത്ത് ഒരു മാർക്കറ്റിംഗ് സർവേ നടത്താനായിട്ട് പുള്ളി തീരുമാനിച്ചു. മാർക്കറ്റിംഗ് റിസർച്ച് സംഭവം. മാർക്കറ്റിംഗ് റിസർച്ചിൽ ഇദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ കൊച്ചു കൊച്ചു പാക്കറ്റുകളിലാക്കുമ്പോൾ ഇത് പ്ലാസ്റ്റിക് ബോട്ടിലാക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് ഇദ്ദേഹം എത്തി. അപ്പൊ ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഇവരെ വാങ്ങി വയ്ക്കുമോ എന്നുള്ള കാര്യം അറിയണം. അതിനു വേണ്ടിയിട്ടാണ് മാർക്കറ്റ് റിസർച്ച് നടത്താൻ തീരുമാനിച്ചത്. ഈ മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ പല പ്രാവശ്യം എന്നോട് Q&Aയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്, മാർക്കറ്റ് റിസർച്ചർ ആകാൻ എന്ത് ചെയ്യണം. അപ്പോഴൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു പ്രോഡക്റ്റ് ഒരു മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ പ്രോഡക്റ്റ് ആ മാർക്കറ്റിന് അനുയോജ്യമാണോ, അതവിടെ വിറ്റു പോവോ, ഇതൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു സംഭവമാണ് ഈ മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. മാർക്കറ്റ് റിസർച്ചർ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കോഴ്സ് മാത്രം പഠിക്കണം അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോൾ ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല കോമൺ സെൻസും സ്കില്ലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആർക്കും ചെയ്യാം. എന്ന് വെച്ചാൽ 12ാം ക്ലാസ്സും കുസ്തിയും മാത്രം മതി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ നമുക്കൊരു സെൻസിബിൾ ആയിട്ടുള്ള ആളാണെങ്കിൽ നമുക്ക് ഇതിന്റെ മെത്തേഡ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഈ മാർക്കറ്റ് റിസർച്ച് ചെയ്യുന്നതിന് പല മെത്തേഡ്സ് ഉണ്ട്. ചിലർ സർവേ ചെയ്യും, ചിലരെന്ന് പറയുന്ന ഫോക്കസ് ഗ്രൂപ്പ് നടത്തും. എന്താണ് ഫോക്കസ് ഗ്രൂപ്പ് എന്ന് അറിയോ നിങ്ങൾക്ക്? ഈ ടേമുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിൽ വെക്കണം കേട്ടോ. കാരണം
നാളെ ഒരു കാലത്ത് നിങ്ങൾ ചിലപ്പോൾ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സദസ്സിലിരുന്ന് നിങ്ങൾ സംസാരിക്കുമ്പോഴോ നല്ല നല്ല വാക്കുകൾ എടുത്ത് ഇട്ട് കൊടുക്കുക. ആൾക്കാർ മനസ്സിലാക്കട്ടെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്ന്. ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് റിസർച്ചിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഫോക്കസ് ഗ്രൂപ്പ് മെത്തേഡ്. അതിൽ നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും. ആ ആൾക്കാരെ വിളിച്ച് ഒരു ഇന്റർവ്യൂ പോലെ നടത്തി, അതായത് ഒന്നിച്ചിരുത്തി ഒരു ഇന്റർവ്യൂ പോലെ നടത്തി അതിനകത്ത് നിന്ന് നമ്മൾ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യും. അതാണ് ഫോക്കസ് ഗ്രൂപ്പിൽ സംഭവിക്കാറുള്ളത്. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഫോക്കസ് ഗ്രൂപ്പ് ആയിരിക്കും, ചിലപ്പോൾ സർവേ ആയിരിക്കും. സർവേ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, റൈറ്റ്? പിന്നെ ചിലപ്പം കസ്റ്റമർ ഒബ്സർവേഷൻ ആയിരിക്കും അവിടെ സംഭവിക്കുന്നത്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടാർഗറ്റ് കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, ആ കസ്റ്റമേഴ്സിനെ ഒബ്സർവ് ചെയ്യും, അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അതിൽ നിന്ന് ഒരു ഡാറ്റ എടുത്തിട്ട് അതിനെ ഇതായിട്ട് ഉപയോഗിക്കും. അങ്ങനെ പല രീതിയിൽ മാർക്കറ്റ് റിസർച്ച് നടത്താറുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ മാർക്കറ്റ് റിസർച്ചേഴ്സ് തിരിച്ചു വന്ന് പറഞ്ഞു, ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് നടക്കത്തില്ല. ഒരു ട്രേഡേഴ്സും അതിന് എസ് മൂളുന്നില്ല. അവർ പറയുന്നത് ഞങ്ങൾക്ക് ഈ ടിന്നെ തന്നെ മതി, പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിൽ ഞങ്ങൾ എടുക്കുകയില്ല. അപ്പൊ ഇതാണ് മാർക്കറ്റ് റിസർച്ചിൽ വന്ന റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് വന്ന പാടെ പുള്ളി അമ്പേ നെഗറ്റീവായിട്ട് എന്നാ പിന്നെ പരിപാടി നടക്കൂല എന്നൊന്നും വിചാരിച്ചില്ല. പുള്ളി ആലോചിച്ച് എന്തുകൊണ്ടാണ് ആളുകൾ ഇതിന് നോ പറയുന്നത്, അതിനൊരു റീസൺ വേണമല്ലോ. അപ്പൊ അത് ആലോചിച്ചപ്പോ അദ്ദേഹം വീണ്ടും അതിനെക്കുറിച്ച് അന്വേഷിച്ചു. മറുപടി ഇതായിരുന്നു, നമ്മൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിലില് എണ്ണ എടുത്തുകൊണ്ട് വയ്ക്കാം എന്ന് പറയുന്ന ചിന്ത ആദ്യമായി വന്നത് പുള്ളിയിൽ നിന്നല്ല. ഇത് 1960s ആരോ പരീക്ഷിച്ചിട്ടുണ്ട്, പക്ഷെ അത് പൊട്ടിപ്പോയി. അത് പൊട്ടിപ്പോകാനുള്ള റീസൺ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അവിടെ ഈ പറയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടല്ലോ, ഇത് എലികൾ വന്നിട്ട് കരണ്ടും. എലി കരളുമ്പോൾ ഇതിനകത്ത് നിന്ന് എണ്ണ പുറത്തേക്ക് വരും. എവിടെയാണോ ഈ സാധനം കൊണ്ട് വച്ചേക്കുന്നത് അത് ബാക്കിയുള്ള സാധനങ്ങളെയും കൂടെ നശിപ്പിച്ച് കളയും. സോ ആരെങ്കിലും ഇത് ഏറ്റെടുക്കോ? അതായിരുന്നു അതിന്റെ റീസൺ. അതുകൊണ്ട് ആളുകൾ എന്ത് ചെയ്തിരുന്നു, ഈ പ്ലാസ്റ്റിക് ബോട്ടിലിൽ വരുന്ന എണ്ണ അവര് എടുക്കാൻ തയ്യാറായില്ല. കാരണം പണ്ടൊരു അനുഭവം ഉണ്ട്, ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാൽ പേടിക്കുന്നു പറഞ്ഞ പോലെ ട്രേഡേഴ്സ് പറഞ്ഞു നോ നോ നോ, നമുക്ക് നടക്കില്ല. അപ്പൊ എന്നാ ഹർഷം വിട്ടു കൊടുക്കാൻ തയ്യാറൊന്നും ആയില്ല. പുള്ളി ആലോചിച്ചു, ഇങ്ങനെ നമ്മൾ വിട്ടാൽ പറ്റില്ലല്ലോ. അപ്പൊ ഈ പ്ലാസ്റ്റിക്കിലേക്ക് പോയാൽ വേറെ ഒരു ഗുണമുണ്ട്, ചെലവ് കുറയും. അപ്പൊ അത് എങ്ങനെ പറ്റും എന്ന് ആലോചിച്ചപ്പോഴാണ് ഇവരൊരു തീരുമാനത്തിലേക്ക് എത്തി. അന്ന് ഇത് എലിക്ക് കരണ്ട് തിന്നാൻ പറ്റിയതിന് പിന്നിലെ റീസൺ എന്തായിരുന്നു അറിയോ? ഈ ബോട്ടിൽ സ്ക്വയർ ആയിരുന്നു. സ്ക്വയർ ആകുമ്പോൾ എലിക്ക് ഗ്രിപ്പ് കിട്ടും. നിങ്ങളൊന്ന് എലിയെ സങ്കല്പിച്ച് നോക്കിയാൽ, ഒരു എലിയെ മനസ്സിലേക്ക് കൊണ്ടുപോവാ, അതൊരു സ്ക്വയർ ബോട്ടിലിനെ കാർന്ന് തിരുന്നതെന്ന് ആലോചിക്കും. ഗ്രിപ്പില്ലേ, അപ്പൊ ഇത് പൊളിച്ചിട്ട് എടുക്കാൻ ഇതിന് എളുപ്പമായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് ആയിട്ടുള്ള ബോട്ടിൽ ഡിസൈൻ ചെയ്തു. ഈ റൗണ്ട് ബോട്ടിൽ ഡിസൈൻ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണ്, എലിക്ക് അങ്ങനെ അങ്ങോട്ട് ഗ്രിപ്പ് കിട്ടില്ല. ഇതിനെ കാർന്നെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ എണ്ണ ഒന്ന് വലിച്ച് പുറത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട്. സംഭവം വില്ല നിൽക്കുന്ന ആരാണ്, എലിയാണ്. അപ്പൊ പുള്ളി ഇത് റൗണ്ട് ബോട്ടിലായി. റൗണ്ട് ബോട്ടിലാക്കി കൊണ്ടുകൊടുത്തപ്പോ അപ്പോഴും ട്രേഡേഴ്സ് വാങ്ങിക്കുന്നില്ല. കാരണം എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച. ഇവർ ആദ്യം ഒരിക്കല് പ്ലാസ്റ്റിക് വാങ്ങിയിട്ട് പെട്ടതാണല്ലോ. അപ്പൊ ഇതിനിപ്പോ സ്ക്വയർ ആയാലും റൗണ്ട് ആയാലും ഞങ്ങൾക്ക് ഈ സാധനം വേണ്ട എന്ന് ഒരു സ്റ്റാൻഡിൽ അവർ നിൽക്കാൻ തുടങ്ങി. ഇന്നേരം ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ ഈ റൗണ്ട് ഷേപ്ഡ് ആയിട്ടുള്ള ബോട്ടിൽസിനകത്ത് എണ്ണ നിറച്ച് അതിനെയും കുറച്ച് എലികളെയും ചേർത്ത് ഒരു കൂടിനകത്ത് അടച്ചിട്ടു. നോക്കതാ ചിന്ത എങ്ങനെ പോയി എന്നുള്ളത്. ഒരു കൂടിനകത്ത് ഇട്ടു. എന്നിട്ട് ഇതിനെ ഇവര് ഫോട്ടോഗ്രാഫി ചെയ്തു, അതുപോലെ തന്നെ ക്യാമറയിൽ പകർത്തിയെടുത്തു ഇതിന്റെ മൂവ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ. എലി ഇതിനെ കടിച്ച് പൊട്ടിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സാധനങ്ങൾ എടുത്തുകൊണ്ട്, അതായത് ഈ പ്രൂഫ് എടുത്തുകൊണ്ട് ആൾക്കാരോട് പോയി ട്രേഡേഴ്സിനോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ഇത് കണ്ടപ്പോൾ ട്രേഡേഴ്സിന് മനസ്സിലായി, അപ്പൊ ഇതിങ്ങനെ നമ്മൾ പണ്ട് പറ്റിയ അബദ്ധം ഇപ്പൊ പറ്റാൻ പോകുന്നില്ല, ദിസ് വിൽ വർക്ക് എന്ന് പറയുന്ന ഒരു ചിന്ത ട്രേഡേഴ്സിന്റെ മനസ്സിലുണ്ടായി. അവിടെ നിന്നാണ് അവർ ഈ പറയുന്ന സാധനം അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അവിടെ നിന്ന് ആ ബ്രാൻഡിന്റെ വളർച്ച തുടങ്ങി. നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മൾ ജീവിതത്തിലായാലും ശരി തന്നെ ചില കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമുക്ക് തോന്നും അതൊരു വാളാണ്, ഇനി അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, തീർന്നു, നമ്മൾ ഇവിടെ സ്റ്റക്കായിന്ന്. അപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് അത് വാളാണ്. വാൾ എന്ന് പറയുന്നത് മതിൽ. ആ മതിലിനൊരു അപ്പുറം ഉണ്ട്. ആ മതിലിനപ്പുറം നമുക്ക് കാണാൻ പറ്റാത്തത് അവിടെ ഇതിങ്ങനെ ബ്ലോക്കായി നിൽക്കുന്നതുകൊണ്ടാണ്. ഒന്നുമില്ല അതിനെ തല്ലിപ്പൊട്ടിക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ പുറത്തേക്ക് വലിഞ്ഞു കയറും. അന്നേരം നമുക്ക് അതിന്റെ അപ്പുറം എത്താൻ പറ്റും. ആ ഒരു ചിന്ത ഹർഷ് മെർവാലയുടെ മനസ്സിൽ അന്ന് വന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് കാണുന്ന പാരച്യൂട്ട് എന്ന് പറയുന്ന ബ്രാൻഡ് അത് ഇത്രയും വലിയ ബ്രാൻഡായിട്ട് മാറിയത്. പിന്നെ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളീ പറയുന്ന പോലെ ഒരു സാധനം ഒരിക്കലും ഉണ്ടായി അതവിടെ എങ്ങ് നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കാലം അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് ആ ബ്രാൻഡ് മരിക്കും എന്നാണ് അർത്ഥം. അപ്പൊ കാലത്തിനനുസരിച്ച് ഓരോ ബ്രാൻഡും ഇന്നോവേറ്റ് ചെയ്യണം, പുതിയ പുതിയ പ്രോഡക്റ്റ് ലൈനുകളിലേക്ക് എത്തണം, പുതിയ പുതിയ സാധനങ്ങൾ കണ്ടെത്തണം, പുതിയ പ്രോഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് ഇറക്കണം. അങ്ങനെ ഇറക്കി പോകുമ്പോഴല്ലേ ആ ബ്രാൻഡ് വളരുക. സോ പാരച്യൂട്ട് കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്ന സാധനം ഇന്ന് നമ്മൾ കാണുന്ന ഒരു ബ്ലൂ ബോട്ടിലുള്ള പാരച്യൂട്ട് ഇതില്ലേ, അതിൽ നിന്നും മാറി ഒരുപാട് സബ് സാധനങ്ങളിലേക്കൊക്കെ തിരിഞ്ഞു. ഒരുപാട് വെറൈറ്റി ഓഫ് സാധനങ്ങളിലേക്ക് അത് പോയി.
അത് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഐ വോണ്ട് യു ടു ഡു എ റിസർച്ച് എല്ലാ കാര്യങ്ങളെ കുറിച്ചും. ഇത് പാരച്യൂട്ടിന് ബ്രാൻഡ് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടാ, നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ബട്ട് ഐ വോണ്ട് ടു ഡു യു ടു ഡു എ റിസർച്ച് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ഞാൻ ഇന്ന് പറഞ്ഞു തന്നതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പുതുതായിട്ട് നിങ്ങൾ കേട്ടതുണ്ട് എങ്കിൽ ഇനി വേറൊരു കാര്യം, ഇത് കേട്ടത് MBA ഒക്കെ പഠിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞങ്ങളിതൊക്കെ പഠിച്ചതാണ്. വെരി സോറി, ഞാനിത് പറഞ്ഞു കൊടുക്കുന്നത് എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്, കൊച്ചനിയന്മാർക്കും അനിയത്തിമാർക്കും വേണ്ടിയിട്ടാണ്. ഐ സ്ട്രോങ്ലി ബിലീവ് സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ പഠിക്കുമ്പോഴേക്കും നിങ്ങൾ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് കുറച്ചുകൂടി ഒന്ന് ഡെവലപ്പ് ആവും. അങ്ങനെ തോട്ട് പ്രോസസ്സ് ഡെവലപ്പ് ആയ കുറേ സ്മാർട്ട് പിള്ളേരെ വേണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് പറ്റും. ബട്ട് ഞാനീ പറഞ്ഞു തന്നത് വെറുതെ കേട്ടാൽ മാത്രം പോരാ, നിങ്ങളുടെ ഭാഗത്ത് നിന്നൊരു റിസർച്ച് കൂടെ ഉണ്ടാവണം. ഒന്ന് പോയിട്ട് ഗൂഗിളിൽ അടിച്ചു നോക്കിയേ, ഫോക്കസ് ഗ്രൂപ്പ് എന്താണ്, മാർക്കറ്റ് റിസർച്ചിന്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ്, മാർക്കറ്റ് റിസർച്ചിന് ഉപയോഗിക്കുന്ന സ്റ്റെപ്പുകൾ എന്താണ്, 7 steps ഓഫ് മാർക്കറ്റ് റിസർച്ച് നോക്കുക. മെത്തഡോളജീസ് യൂസ്ഡ് ഇൻ മാർക്കറ്റ് റിസർച്ച്, പല മെത്തഡോളജീസ് ഉണ്ട്. ഞാൻ പറഞ്ഞ സർവേ, ഫോക്കസ് ഗ്രൂപ്പ്, ഇന്റർവ്യൂസ്, പല സംഭവങ്ങളുണ്ട്. കസ്റ്റമർ ഒബ്സർവേഷൻ, ഗോ ആൻഡ് ഡു എ റിസർച്ച് ഓൺ ദോസ് തിങ്സ്. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ അതിനുപയോഗിക്കുന്ന നല്ല സ്മാർട്ടായിട്ടുള്ള ടേംസ് ഉണ്ട്. അത് മനസ്സിലാക്കിയെടുക്കുക. That will be very helpful for you. ഇനി ഇതുപോലെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലുമൊക്കെ ബ്രാൻഡിന്റെ കഥകളുണ്ടോ? മേ ബി ബ്രാൻഡിന്റെ സ്റ്റോറീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില ബ്രാൻഡുകൾ നമ്മൾ ബ്രാൻഡ് വാഴ്സ് നടന്നിട്ടുണ്ട്, അത് നിങ്ങൾക്കറിയോ? നല്ല രസകരമായ അത്തരം കഥകളുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോന്റെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. അത്തരം കഥകളുമായി വീണ്ടും നമ്മൾക്ക് കാണാം. Until then, goodbye.